Welcome back to our channel. In this class, we are going to discuss the story Matchbox written by Ashapurna Devi. This story is taken from our English textbook. Listen to the title Matchbox. Matchbox means തീപ്പെട്ടി. തീപ്പെട്ടിക്കാണ് മാച്ച്ബോക്സ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന തീം എന്ന് പറയുന്നത് വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചാണ്. സോ ഈ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യുന്നത് ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ വുമൻ, ഇന്ത്യൻ സ്ത്രീകളുടെ അവസ്ഥയാണ് മാച്ച്ബോക്സ് എന്ന സ്റ്റോറിയിലൂടെ ആശപൂർണ ദേവി വിവരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലിസൺ ടു ദ പ്രൊഫൈൽ ഓഫ് ആശപൂർണ ദേവി. Ashapurna Devi was born in 1909 and died in 1995. She is a prominent Bengali novelist and poet, widely honored with a number of prizes and awards. ആശപൂർണ ദേവി 1909 ജനിച്ചത്. അറിയപ്പെടുന്ന ഒരു ബംഗാളി നോവലിസ്റ്റും പൊയറ്റുമാണ് ആശപൂർണ ദേവി. അവർക്ക് ഒരുപാട് അവാർഡ്സും പ്രൈസസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. She was awarded the Jnanpith Award and the Padma Shri by the Government of India in 1976 and the degree of D.Litt by the Universities of Jabalpur, Rabindra Bharati, Burdwan and Jadavpur. ജബൽപൂർ യൂണിവേഴ്സിറ്റി, രബീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റി, ബർദ്വാൻ യൂണിവേഴ്സിറ്റി, ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയൊക്കെ അവർക്ക് ഡീലിറ്റ് ബഹുമതി നൽകിയും ആദരിച്ചിട്ടുണ്ട്. ഫോർ ഹർ കോൺട്രിബ്യൂഷൻ ആസ് എ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, the Sahitya Academy conferred its highest honor, the fellowship in 1994. നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നീ നിലയ്ക്ക് ആശപൂർണ ദേവിയുടെ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് സാഹിത്യ അക്കാദമി അതിൻ്റെ ഹയസ്റ്റ് ഹോണർ ആയിട്ടുള്ള ഫെലോഷിപ്പ് 1994 അവർക്ക് നൽകിയിട്ടുണ്ട്. ദിസ് ഷോർട്ട് സ്റ്റോറി ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി ബൈ പ്രസഞ്ജിത് ഗുപ്ത, എ ട്രാൻസ്ലേറ്റർ ആൻഡ് റൈറ്റർ. നമുക്ക് പഠിക്കാനുള്ള ഈ സ്റ്റോറി ബംഗാളി ലാംഗ്വേജിലാണ് എഴുതിയിരുന്നത്. അത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് പ്രസഞ്ജിത് ഗുപ്തയാണ്. നൗ ലിസൺ ടു ദ സ്റ്റോറി മാച്ച്ബോക്സ് ബൈ ആശപൂർണ ദേവി. ലിസൺ ടു ഫസ്റ്റ് പാരഗ്രാഫ്. I always compare women to matchboxes. Why? Because of the way matchboxes are. Even though they have enough gunpowder to set 100 lengas aflame, they sit around meek and innocent. In the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. In the first paragraph, author said that matchboxes and women are same. ഫസ്റ്റ് പാരഗ്രാഫിൽ ഓദർ എന്താ പറയുന്നത്? സ്ത്രീകളും മാച്ച് ബോക്സും ഒരുപോലെയാണ്. വൈ? എന്തുകൊണ്ടാണ്? മാച്ച് ബോക്സിൻ്റെ പ്രത്യേകത എന്താ? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. ഈവൺ ദോ ദേ ഹാവ് എനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 lengas aflame. ഇവിടെ ഒരു റെഫറൻസ് വരുന്നത് രാമായണത്തിലേക്കാണ്. നമുക്കറിയാം, ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് പോവുകയും ഹനുമാന്റെ നേതൃത്വത്തിലുള്ള വാനരപ്പട എന്ത് ചെയ്തു? ലങ്ക തന്നെ കത്തിച്ചാമ്പലാക്കി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇതുപോലെ 100 കണക്കിന് ലങ്കകളെ കത്തിക്കാനുള്ള ഗൺ പൗഡർ ഓരോ മാച്ച് ബോക്സിലുണ്ട്. ബട്ട് ഓരോ തീപ്പെട്ടിയും നമുക്കറിയാം, ദേ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. അത് വളരെ ഇന്നസെൻ്റ് ആയിട്ടിരിക്കും. എവിടേക്കാ? ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ, ദർ, എനിവർ. വുമൻ ടു ആർ എക്സാക്ട്ലി ദ സെയിം. അപ്പോൾ ഓദർ പറയുന്നത് ഓരോ മാച്ച് ബോക്സിൻ്റെ അകത്തും ഒരുപാട് മാച്ച് സ്റ്റിക്കുകളുണ്ട്, തീപ്പെട്ടിക്കൊള്ളികളുണ്ട്. ഈ ഓരോ തീപ്പെട്ടിക്കൊള്ളികൾക്കും എന്തിനു സാധിക്കും? ഒരുപാട് ലങ്കകളെ കത്തിക്കാൻ സാധിക്കും. പക്ഷെ അത് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട്, വളരെ ഇന്നസെൻ്റ് ആയിട്ട് എല്ലായിടത്തും ഇരിക്കുന്നുണ്ട്. നമ്മളെ വീടിൻ്റെ അകത്തുള്ള കിച്ചണ്, ബെഡ്റൂം എല്ലായിടത്തും നമ്മൾ യാതൊരു പേടി കൂടാതെയും വെക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് സ്ത്രീകളും. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടെങ്കിലും അവർക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടാലും അവർ ഇന്നസെൻ്റായിട്ടും മീക്കായിട്ടും ഇരിക്കുമെന്നാണ് ഓദർ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് ഓദർ ചോദിക്കുകയാണ്, യു വാണ്ട് ആൻ എക്സാമ്പിൾ? നിങ്ങൾക്കൊരു എക്സാമ്പിൾ വേണോ? ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് എനോമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ആശപൂർണ ദേവി ഈ ഒരു കാര്യം, സ്ത്രീകളും മാച്ച് ബോക്സും ഒരുപോലെയാണ് എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മോടൊരു കഥ പറയാണ്. ദിസ് സ്റ്റോറി ഹാപ്പൻസ് ഇൻ എ ലാർജ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. നമുക്ക് മുന്നിലുള്ള 3 നിലയുള്ള ഒരു വീട്ടിലാണ് ഈ സ്റ്റോറി സംഭവിക്കുന്നത്. സൺഡേ മോർണിംഗ്. ഈ സ്റ്റോറി സംഭവിക്കുന്നത് ഒരു സൺഡേ ആണ്. ദ വാഷ്മാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. സൺഡേ മോർണിംഗ് ആണ്. സൺഡേ മോർണിംഗ് വാഷ്മാൻ ആ വീട്ടിലേക്ക് വന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാണ്.
Moments before handing over a heap of dirty clothes to the washerman, Nomida goes through the pockets on last time and discovers the letter. ഈ സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടറാണ് നൊമിത. അപ്പോൾ നൊമിത അവളുടെ ഹസ്ബൻഡായിട്ടുള്ള അജിത്തിൻ്റെ ഡേർട്ടി ക്ലോത്ത്സ്, അതായത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ഹീപ്പ് എന്നാണ് പറയുന്നത്, ഒരു കൂട്ടമുണ്ട്. കാരണം സൺഡേ ആണ് വാഷർമാൻ വന്നത്. അപ്പോൾ അജിത്തിൻ്റെ ഡേർട്ടി ക്ലോത്ത്സ് വാഷർമാന് കൊടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ അലക്കാൻ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, പോക്കറ്റിൽ എന്തെങ്കിലും മറന്നു വെച്ചോ ക്യാഷ് ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. ആൻഡ് ദിസ് ടൈം ഷീ ഡിസ്കവേഴ്സ് ദ ലെറ്റർ. ആ സമയത്ത് നൊമിത അവളുടെ ഹസ്ബൻഡായിട്ടുള്ള അജിത്തിൻ്റെ പോക്കറ്റിൽ ഒരു ലെറ്റർ കാണാണ്. എ ടിസ്റ്റേഡ് ക്രംബിൾഡ് എൻവലപ്പ് വിത്ത് ഇറ്റ്സ് മൗത്ത് ടോൺ ആൻഡ് ഓൺ ദ എൻവലപ്പ് നൊമിതാസ് നെയിം. ഷീ ഫൗണ്ട് ദാറ്റ് ദിസ് ലെറ്റർ ഈസ് എ ട്വിസ്റ്റഡ് വൺ ആൻഡ് ക്രംബിൾഡ് എൻവലപ്പ്. അതൊരു കവറിലാണുള്ളത് ലെറ്റർ. അത് ക്രംബിൾഡാണ്, ചുരുട്ടിയിട്ടുണ്ട്, ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൗത്ത് ടോൺ, അത് പൊട്ടിച്ച് വായിച്ചിട്ടുണ്ട്, അതിൻ്റെ മൗത്ത് പൊട്ടിച്ച് വായിച്ചിട്ടുണ്ട്. ആൻഡ് ഓൺ ദ എൻവലപ്പ് നൊമിതാസ് നെയിം. നൊമിത ശ്രദ്ധിക്കാൻ കാരണമാണ് ഇതാർക്ക് വന്ന ലെറ്ററാണ്, നൊമിതയുടെ പേരാണ് ലെറ്ററിലുള്ളത്. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചിട്ടുള്ളത്, നൊമിതക്ക് വന്നൊരു ലെറ്റർ അജിത്ത് വായിച്ചിട്ടുണ്ട്, എന്നിട്ട് അത് ക്രംബിൾ ചെയ്ത് അത് ചുരുട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിട്ടിട്ടുണ്ട്. A flame goes up dope in all Nomida's nerves and veins. She drops the clothes in her hand and sits on the bed to open the letter. നൊമിത ഉടനെ എന്ത് ചെയ്തു, അവളുടെ ഒരു ഫ്ലെയിം പെട്ടെന്നൊരു ഷോക്കാവാണ്. കാരണം എന്താ, ഇത് ആക്ച്വലി അദ്ദേഹം മറന്നു വെച്ചതല്ല. മറന്നു വെച്ചതാണെങ്കിൽ അത് ചുരുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നൊമിതക്ക് വന്നൊരു ലെറ്റർ അജിത്ത് വായിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവളോട് പറയാതെ അത് ചുരുട്ടി വെച്ചിട്ടുണ്ട്. സോ നൊമിത ബിക്കെയിം ആംഗ്രി. She drops the clothes in her hand and sits on the bed to open the letter. അവൾ എല്ലാ ഡ്രസ്സും അവിടെ തന്നെ വെച്ചിട്ട് ബെഡിലിരുന്നിട്ട് ഈ ലെറ്റർ വായിക്കാൻ തുടങ്ങുകയാണ്. The first thing she looks at its date. അവൾ ഫസ്റ്റ് ശ്രദ്ധിച്ചെന്താ, ഇറ്റ്സ് ഡേറ്റ്, ഈ ലെറ്റർ എന്നാണ് വന്നിട്ടുള്ളത്. ലെറ്ററിൻ്റെ പുറത്ത് നമുക്കറിയാം പോസ്റ്റ് ഓഫീസിൻ്റെ സീലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതാണ് ചെക്ക് ചെയ്യുന്നത്. Going by the date, the letter must have come about 3 days earlier. ലെറ്റർ ചെക്ക് ചെയ്ത സമയത്ത്, ഡേറ്റ് ചെക്ക് ചെയ്ത സമയത്ത് നൊമിതയ്ക്കൊരു കാര്യം മനസ്സിലായി. ദിസ് ലെറ്റർ റീച്ച്ഡ് ദ 3 days ago. 3 ദിവസം മുന്നെയാണ് ഈ ലെറ്റർ വന്നിട്ടുള്ളത്. ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ് ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. ദാറ്റ് ടു ബിയേഴ്സ് ദ സെയിം വിറ്റ്നസ്. അവൾ പോസ്റ്റ് മാർക്ക് ഒന്ന് ചെക്ക് ചെയ്യാണ്. അതിലുള്ള ഡേറ്റും പറയുന്നത് എന്താണ്, ഈ ലെറ്റർ 3 ദിവസം മുൻപ് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. നൊമിത കൺഫേം ചെയ്യാണ്, ഉറപ്പിക്കുകയാണ്, ഈ ലെറ്റർ 3 ദിവസം മുൻപ് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. അജിത്ത് ഹാസ് ഓപ്പൺ ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ്, ദെൻ ക്രംബിൾഡ് ഇറ്റ് ആൻഡ് ട്വിസ്റ്റഡ് ഇറ്റ് ആൻഡ് ഡ്രോപ്പ്ഡ് ഇൻ ടു ഹിസ് പോക്കറ്റ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദർ. നൊമിത ചിന്തിക്കുകയാണ്, അജിത്ത് ഈ ലെറ്റർ വായിച്ചിട്ടുണ്ട്, ദെൻ ക്രംബിൾഡ് ഇറ്റ്, എന്നിട്ട് അത് ചുരുട്ടിയിട്ടുണ്ട്, ട്വിസ്റ്റഡ് ഇറ്റ് ആൻഡ് ഡ്രോപ്പ്ഡ് ഇൻ ടു ഹിസ് പോക്കറ്റ്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഹാസൻ ഫെൽറ്റ് ദ നീഡ് ടു മെൻഷൻ ഇറ്റ് ഈവൺ ഓൺസ് ടു നൊമിത. 3 ദിവസമായി ലെറ്റർ വന്നിട്ട്, പക്ഷേ ഒരു തവണ പോലും അജിത്ത് ആ ലെറ്ററിനെ കുറിച്ച് നൊമിതയോട് പറഞ്ഞിട്ടില്ല. ദ ഫ്ലെയിം ദാറ്റ് ഹാഡ് ഗോൺ അപ്പ് ഡോപ്പ് നൗ ബേൺ സ്റ്റഡിലി. അപ്പോൾ നേരത്തെ അവളുടെ മൈൻഡിലൂടെ പോയ ആ ഫ്ലെയിം ഇപ്പോൾ മൈൻഡിൽ കിടന്നിങ്ങനെ നീറിപ്പോകുകയാണ്. ഹിസ്സിങ്, സൗണ്ടിങ്, ഇറ്റ് ഇസ് നോട്ട് ഓൺ ഈച്ച് ഓഫ് ഹെർ മൈൻഡ് സ്ട്രിങ്സ്. അത് അവളുടെ മൈൻഡിനാകെ പിടിച്ചു കുലുക്കുകയാണ്. അതായത് നേരത്തെ മൈൻഡിലൂടെ കടന്നു പോയ ആ ഫ്ലെയിം മൈൻഡിൽ കിടന്ന് കത്താൻ തുടങ്ങി. Because this incident is not a casual oversight, it is deliberate. നൊമിത ചിന്തിക്കുകയാണ്, ഇത് ജസ്റ്റ് സംഭവിച്ചതല്ല, ഒരു മിസ്റ്റേക്ക് അല്ല, ഇറ്റ് ഈസ് ഡെലിബറേറ്റ്, ഇത് കരുതി കൂട്ടി ചെയ്തതാണ്. അതായത് അജിത്ത് ലെറ്റർ അവളോട് പറയാതിരുന്നതാണ്. അത് കാഷ്വൽ ഓവർസൈറ്റ് അല്ല, അറിയാതെ സംഭവിച്ചതല്ല. കാരണം എന്താ, ചിലപ്പോഴൊക്കെ നമ്മൾ ലെറ്റർ മറക്കാറുണ്ട്, പക്ഷേ നൊമിതക്ക് ഉറപ്പായി. കാരണം എന്താ, ഇത് ക്രംബിൾ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ഓൺ. കരുതി കൂട്ടി നൊമിതക്ക് വന്നൊരു ലെറ്റർ അവളോട് അജിത്ത് പറയാതിരുന്നതാണ് എന്ന് നൊമിത മനസ്സിലാക്കുകയാണ്. അജിത്സ് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. നൊമിത പറയണം, അജിത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. Somehow he is gained possession of the key to the letter box, fishing it through the gaps among the 52 hands of this joint family. Their family is a joint family. അവരുടെ ഫാമിലി ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്, കൂട്ടുകുടുംബമാണ്. അപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലെറ്റർ ബോക്സിൻ്റെ കീ അജിത്തിൻ്റെ കയ്യിലെത്തുമ്പോൾ അദ്ദേഹം ലെറ്റർ ബോക്സിലുള്ള ലെറ്റേഴ്സൊക്കെ ചെക്ക് ചെയ്യും. ആൻഡ് whenever there is a letter with Nomida's name on the envelope, he opens and read it first.
ആൻഡ് ഓൺലി ദെൻ ഡസ് ഹി ഗിവ് ഇറ്റ് ടു ഹർ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെറ്റർ ബോക്സിൻ്റെ കീ അജിത്തിനാണ് കിട്ടുന്നത്. അജിത്ത് അത് ചെക്ക് ചെയ്തിട്ട് നൊമിതയ്ക്ക് വന്ന ലെറ്റർ ഫസ്റ്റ് അജിത്ത് വായിക്കും, എന്നിട്ട് മാത്രമാണ് നൊമിതയ്ക്ക് നൽകാറ്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഓഫൻ ടൈം ഹി ഡസൻ ഗീവ് ഇറ്റ് ടു ഹർ അറ്റ് ഓൾ. ഇപ്പം നൊമിത ചിന്തിക്കുകയാണ്, പലപ്പോഴും ഇങ്ങനെ അവൾക്ക് വന്ന ലെറ്റർ അജിത്ത് നൽകാറും. ഇപ്പോഴും നമുക്കറിയാം, പോക്കറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ മാത്രമാണ് ഈ ലെറ്റർ നൊമിത കാണുന്നത്. At least that is the suspicion that has taken deep root in Nomida's mind. ഇത് ചിലപ്പോൾ നൊമിതയുടെ മൈൻഡിലുള്ള ഒരു സംശയമാവാം. പക്ഷേ ആ സസ്പീഷൻ, ആ ഡൗട്ട് അവളുടെ മൈൻഡിൽ എന്താ, ഡീപ്പ് റൂട്ട്, അങ്ങേയറ്റം പതിഞ്ഞു പോയിട്ടുണ്ട്. അതായത് നൊമിത ചിന്തിക്കുന്നത് പലപ്പോഴും അവൾക്ക് വരുന്ന ലെറ്റർ അജിത്ത് നൽകാറില്ല എന്നാണ്. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. അപ്പോൾ അജിത്ത് സ്ഥിരമായിട്ട് നൊമിതയുടെ ലെറ്റർ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ടും ഒരു ചെറിയ സംശയത്തിന് ഇട നൽകുന്ന ലെറ്റർ ഇതുവരെ നൊമിതയ്ക്ക് വന്നിട്ടില്ല. സ്റ്റിൽ ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് വോണ്ട് ഗോ. പക്ഷേ ഇപ്പോഴും അയാളുടെ ഈ അഗ്ലി ഹാബിറ്റ്, ഈ ബാഡ് ഹാബിറ്റ്, ഈ മോശം സ്വഭാവം അയാളെ വിട്ടുപോകുന്നില്ല. അയാൾ സ്ഥിരമായിട്ട് വൈഫിന് വരുന്ന ലെറ്റർ ചെക്ക് ചെയ്യും, അത് വായിച്ചിട്ട് മാത്രമാണ് നൊമിതയ്ക്ക് കൊടുക്കാറ്. പക്ഷേ യാതൊരു സംശയത്തിന് ഇട നൽകുന്ന ഒരു ലെറ്റർ പോലും നൊമിതയ്ക്ക് വന്നിട്ടുമില്ല. നോട്ട് വിത്ത് നൊമിതാസ് ആങ്കർ, നോട്ട് വിത്ത് ഹർ ടേക്കിംഗ് ഓഫൻസ്, നോട്ട് വിത്ത് ബിറ്റർ റീപ്രോച്ചസ്, ഹർ ട്രൈങ് ടു ഷെയിം ഹിം, സക്കാസം, നോട്ട് വിത്ത് എനിത്തിങ്. അപ്പോൾ നൊമിത എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം കാരണം ദേഷ്യപ്പെടാറുണ്ട്, പലപ്പോഴും മോശമായിട്ട് സംസാരിക്കാറുണ്ട്, ഹാർഡായിട്ട് പെരുമാറാറുണ്ട്, അദ്ദേഹത്തെ പരിഹസിക്കാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അജിത്തിൻ്റെ ഈ സ്വഭാവം മാറുന്നില്ല. ഇഫ് ഷീ മെൻഷൻ ഇറ്റ്, ഫസ്റ്റ് ഹി ട്രൈസ് ടു ലോഫ് ഇറ്റ് അവേ, ആൻഡ് ഇഫ് ലോഫർ ഡസൻ ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ ഹി സ്കോൾസ് ഹർ. നൊമിത സ്ഥിരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ, അതായത് അവളുടെ ലെറ്റർ പൊട്ടിച്ച് വായിക്കുന്നതിനെതിരെ ദേഷ്യപ്പെടുമ്പോൾ അജിത്ത് ഫസ്റ്റ് അതൊരു കോമഡി ആയിട്ട് ചിരിച്ചിട്ട് തള്ളാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ വീണ്ടും അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അജിത്ത് നൊമിതയെ സ്കോൾഡ് ചെയ്യും, വഴക്ക് പറയാറുണ്ട്. ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ. ഇപ്പം നൊമിത എന്ത് ചെയ്യാണ്? ഇതൊക്കെ നൊമിത ചിന്തിക്കുകയായിരുന്നു ഇത്രയും സമയം. അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ക്രംബിൾഡ് ലെറ്റർ കിട്ടിയപ്പോൾ ഇത്രയും കാര്യം നൊമിത ചിന്തിച്ചു. നൗ ഇപ്പോൾ ആ ലെറ്റർ എടുക്കുകയാണ്, അതൊന്ന് ചെക്ക് ചെയ്യാണ്. ഇറ്റ് ഈസ് നത്തിങ് മച്ച് എ ലെറ്റർ ഫ്രം നൊമിതാസ് മദർ. ഈ ലെറ്ററും സംശയിക്കേണ്ട ഒരു ലെറ്ററൊന്നുമല്ല. ഈ ലെറ്റർ എഴുതിയതാരാ? നൊമിതയുടെ മദർ എഴുതിയ ഒരു ലെറ്ററാണ്. It is her standard speech. The good woman has once again placed on the record of the news of her various hardships and complaints getting worse, misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. Of course, she doesn't did that eventually. Her daughter is a queen, her son-in-law high-minded, large-headed, therefore, etc., etc. അപ്പോൾ ആക്ച്വലി ഈ ലെറ്റർ എഴുതിയത് നൊമിതയുടെ മദറാണ് എന്ന് പറഞ്ഞു. നൊമിതയുടെ മദർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതാറുണ്ട്. ഈ ലെറ്ററിലും മദറിൻ്റെ സ്റ്റാൻഡേർഡ് സ്പീച്ചാണ്, സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്. എന്തൊക്കെയാണ് അതിലുള്ളത്? ദ മദർ പ്ലേസ്ഡ് ദ റെക്കോർഡ് ഓഫ് ദ ന്യൂസ് ഓഫ് വേരിയസ് ഹാർഡ്ഷിപ്സ്. മദറിൻ്റെ ബുദ്ധിമുട്ടുകളാണ് അതിൽ പറയുന്നത്. പിന്നെ ഒരുപാട് പരാതികളുണ്ട്. എന്തൊക്കെയാണ്? മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ. മദറിന് ഒരുപാട് നിർഭാഗ്യങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ്? ദ സീലിംഗ് ഓഫ് ഹർ റൂം ഈസ് ക്രാക്ക്ഡ്. വീടിൻ്റെ റൂമിൻ്റെ സീലിംഗ് തകർന്നിട്ടുണ്ട്. റെയിൻ വാട്ടർ അതിലൂടെ വരികയാണ്. അത് പെട്ടെന്ന് റെമഡി ചെയ്തില്ലെങ്കിൽ, പരിഹരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? വീട് തകർന്ന് മദർ മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മദർ അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല, അല്ലേ? കാരണം എന്താ? ഹർ ഡോട്ടർ ഈസ് എ ക്യൂൻ, അല്ലേ? ഡോട്ടർ ഇപ്പോൾ എന്താ? നൊമിത ഇപ്പോൾ എന്താണ്? ഒരു ക്യൂവിനെ പോലെയാണ്. അതായത് വലിയൊരു വീടാണ്. നേരത്തെ നമ്മൾ കണ്ടു 3 സ്റ്റോറി ഹൗസാണ്. സണ്ണിലോ, ദാറ്റ് മീൻസ് അജിത്ത് എന്താണ്? ലാർജ് ഹേർട്ടഡ് ആയിട്ടുള്ള, വിശാല മനസ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അമ്മയ്ക്കറിയാം ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയാൽ അജിത്ത് ക്യാഷ് അയച്ചു കൊടുക്കും. അതാണ് അമ്മയുടെ പ്രതീക്ഷ. പക്ഷെ എന്താണ് റിയാലിറ്റി എന്ന് താഴെയുള്ള പാരഗ്രാഫിൽ നമുക്ക് കാണാം. An indigent widow without husband or son, she was successful in consigning her daughter to a wealthy family's house on the strength of looks alone.
ഇനി നൊമിതയുടെ മദറിനെ കുറിച്ച് പറയണം. സ്ഥിരമായിട്ട് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്ന ഒരു ഏരിയയാണ്, ശ്രദ്ധിക്കുക. ആൻ ഇൻഡിജൻ വിഡോ, മദർ എന്താ ഒരു വിഡോ ആണ്, വിധവയാണ്. വിതൗട്ട് ഹസ്ബൻഡ് ഓ സൺ, മദറിന് ആൺകുട്ടികളോ ഹസ്ബൻഡ് ഒന്നുമില്ല. ഷി വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലീസ് ഹൗസ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ. പക്ഷെ മദർ ഒരു കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇത്രയും പാവപ്പെട്ട സ്ത്രീ ആയിട്ടും അവരുടെ മകളായിട്ടുള്ള നൊമിതയെ ഒരു റിച്ച് ഹൗസിലേക്ക് വിവാഹം കഴിച്ചയക്കാൻ ഈ അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ബട്ട് ദ ഗുഡ് ലേഡി ഹാസ് നെവർ സ്റ്റോപ്പ്ഡ് ടേക്കിംഗ് ക്രെഡിറ്റ്. പക്ഷെ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്, ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. സ്ലൈറ്റസ്റ്റ് കാര്യങ്ങൾക്ക്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അജിത്തിന് ലെറ്റർ അയച്ചിട്ട് ക്യാഷ് വാങ്ങും. ആൻഡ് ഷി ഹാസ് സ്പെഷ്യൽ സ്കിൽ ഇൻ ദാറ്റ് മാറ്റർ. അമ്മയ്ക്ക് ഇതിൽ പ്രത്യേക കഴിവുണ്ട്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ലെറ്റർ നൊമിതയ്ക്ക് അയക്കും, അജിത്തിന് അയക്കും, എന്നിട്ട് ക്യാഷ് ചോദിക്കും. ആൻഡ് ഷി ഹാസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ അലോങ്. മദർ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അജിത്തിൻ്റെ അടുത്തുനിന്നും നൊമിതയുടെ അടുത്തുനിന്നും ക്യാഷ് വാങ്ങും. ഇപ്പോഴും നമുക്ക് കാണാം വീട് റിപ്പയർ ചെയ്യാനാണ് ക്യാഷ് ചോദിക്കുന്നത്. വെനെവർ അജിത്ത് സീസ് എ ന്യൂ ലെറ്റർ ഫ്രം നൊമിതാസ് മദർ ഹി സ്മൈൽസ് ഡെറീസീവ്ലി ആൻഡ് സേസ് വൈ ബോദർ ടു റീഡ് ദാറ്റ്, ഐ വിൽ ഗോ ആൻഡ് ഫിൽ ഔട്ട് എ മണി ഓർഡർ ഫോം. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു ലെറ്റർ കണ്ടാൽ ഉടനെ അജിത്ത് പരിഹാസത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്, വൈ ബോദർ ടു റീഡ് ദാറ്റ്. ആ ലെറ്റർ എന്തിനാണ് വായിക്കുന്നത്, ഞാൻ പോയിട്ട് മണി ഓർഡർ അയച്ചിട്ട് വരാം. അതായത് അജിത്ത് ചിന്തിക്കുന്നതാണ് അമ്മ ലെറ്റർ അയക്കുന്നത് ക്യാഷ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. നൊമിതാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ഇൻസൾട്ട് ഓഫ് ഇറ്റ്. സോ സം ടൈം എഗോ ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ് നൊമിത ഫോർബേഡ് ഹർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹർ ഓൺ പോസ്റ്റ് കാർഡ്സ്. ഇത് കേൾക്കുമ്പോൾ നൊമിതയുടെ തല കുനിയും. കാരണം എന്താ, അമ്മയെക്കുറിച്ചാണ് പറയുന്നത്, അമ്മയുടെ ബാഡ് ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അവൾ അമ്മയോട് ദേഷ്യത്തോടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി എനിക്ക് പോസ്റ്റ് കാർഡിൽ ലെറ്റർ അയക്കരുത്, ഇനി അയക്കുമ്പോൾ എന്ത് ചെയ്യണം, കവറിലിട്ടിട്ട് അയക്കണം. ഷീ തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷീ വുഡ് ട്രൈ ടു സെൻഡ് ഹർ എ ലിറ്റിൽ മണി വാട്ട് എവർ ഷീ കുഡ് പുൾ ടുഗദർ ഇൻ സീക്രട്ട്. സോ ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്പ് ടു. അങ്ങനെ നൊമിത എന്ത് ചെയ്യാണ്, സീക്രട്ടായിട്ട് അവൾ സംഘടിപ്പിച്ച, വളരെ ബുദ്ധിമുട്ടി സംഘടിപ്പിച്ച ക്യാഷ് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇനി പോസ്റ്റ് കാർഡിൽ അയക്കരുത്, ഇനി കവറിൽ അയക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് അമ്മ എൻവലപ്പിൽ ലെറ്റർ അയക്കാൻ തുടങ്ങിയത്. പക്ഷേ അതും എന്ത് ചെയ്യുന്നുണ്ട്, അജിത്ത് പൊട്ടിച്ച് വായിക്കുന്നുണ്ട്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നൗ ലെറ്റ് us wind up our class. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ക്ലാസ് ആണ്. അടുത്ത ഭാഗം നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു ഓൾ.